സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ട്രെസ്സിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു കറണ്ട് ഈ ഒരു എറയിൽ സ്ട്രെസ്സ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത്. സ്ട്രെസ് എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ റെസ്പോൺസാണ്, നമ്മളുടെ എല്ലാവരുടെയും നാച്ചുറൽ റെസ്പോൺസാണ്, പെട്ടെന്നുണ്ടാകുന്ന റെസ്പോൺസാണ്. ശരിക്കും സ്ട്രെസ്സിനെ നമ്മളുടെ ഡെയിലി ലൈഫിലുള്ളതാണ്. നമുക്ക് സ്ട്രെസ്സിനെ നമ്മൾക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, അക്യൂട്ട് എന്നും ക്രോണിക് എന്നും. അക്യൂട്ട് സ്ട്രെസ് എന്നും ക്രോണിക് സ്ട്രെസ് എന്നും. ഇപ്പോൾ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സ്ട്രെസ്സാണ്. അത് പെട്ടെന്ന് നമുക്ക് ട്രെയിനിൽ നമുക്ക് മിസ്സാവോ, ഇല്ലെ ഫ്ലൈറ്റ് മിസ്സാവോ, ഇല്ലെ എനിക്ക് എക്സാമിന് എത്താൻ പറ്റുമോ ടൈമിന്, അങ്ങനെ ഉണ്ടാകുന്നതാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ അക്യൂട്ട് സ്ട്രെസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. ലൈക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ആ ഒരു തകരാറ് കൊണ്ട്, പിന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടുള്ള ഇത് നമ്മൾക്ക് പതുക്കെ നമ്മൾ അതിനൊരു ക്രോണിസിറ്റിയിലോട്ട് എത്തുന്നത് കൊണ്ടാണ് ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് സ്ട്രെസ്സും അക്യൂട്ട് സ്ട്രെസ്സും കൊണ്ട് തന്നെ നമ്മൾക്ക് പലതരം പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലൈക്ക് നമ്മുടെ സ്ട്രെസ്സ് കൊണ്ട് കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു മെറ്റബോളിക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സ്ട്രെസ്സ് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കഴുത്ത് വേദന പോലുള്ള, നടുവേദന പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഫിസിക്കലായിട്ടും നമ്മുടെ മെൻ്റലായിട്ടും നമ്മുടെ വളരെയേറെ നമ്മുടെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് മെഡിസിനാണ്, ഒരു നാച്ചുറൽ ആൻഡ് ഹോളിസ്റ്റിക് മെഡിസിനാണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ കണക്ക് കൂട്ടുന്നത് ശരിക്കും നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നുള്ളൊരു ബന്ധമാണ് നമ്മൾ ആയുർവേദം നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ ബോഡിക്കും മൈൻഡിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ആയുർവേദം നമ്മൾ സ്ട്രെസ് എന്ന് കണക്ക് കൂട്ടുന്നത്. അത് ഇൻറ്റേൺ അത് നമ്മുടെ വാത, പിത്ത, കഫ ദോഷങ്ങൾക്ക് ഇംബാലൻസ് വരുത്തുന്നു. ഇപ്പം നമ്മൾക്കിപ്പോൾ വാതദോഷം പ്രകോപമായിട്ടുള്ള കൂടിയിരിക്കുന്ന അവസ്ഥയിലുള്ളൊരു കൈൻഡ് ഓഫ് സ്ട്രെസ്സ് കൂടിയൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർ കൂടുതൽ അവർക്ക് എപ്പോഴും ദേഷ്യമായിരിക്കും, എപ്പോഴും ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, ഭയങ്കര ഫിയർ ആയിരിക്കും, അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ്. ഇപ്പോൾ പിത്തം കൂടി നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, അതായത് പിത്തം ദോഷം കൂടി നിൽക്കുന്ന സ്ട്രെസ്സുള്ള ഒരു കൈൻഡ് ഓഫ് പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കെപ്പോൾ ഇറിറ്റബിലിറ്റി ആയിരിക്കും, അവരൊക്കെ എപ്പോഴും അങ്ങ് ഇറിറ്റേഷൻ ആയിരിക്കും, അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, എപ്പോഴും അവർക്കങ്ങ് ഭയങ്കര എന്താ പറയുക, അവർ ഭയങ്കര ഒട്ടും അവർ സമാധാനപ്രിയരായിരിക്കത്തില്ല. ഇപ്പോൾ കഫം കൂടിയിരിക്കുന്ന ഒരു സ്ട്രെസ്സുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരെപ്പോഴും ഒരു ഡിപ്രഷൻ കൈൻഡ് ഓഫ് തിങ്ങിലായിരിക്കും, എപ്പോഴും ലെത്താർജി, എപ്പോഴും ക്ഷീണം, ഒന്നിനും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിലായിരിക്കും. നമ്മൾക്ക് എന്തൊക്കെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾക്ക് സ്ട്രെസ് ഉള്ള ഒരാൾക്ക് കൊടുക്കും? നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ആങ്സൈറ്റി, ഫിയർ പോലുള്ള ഒരു കാര്യം കൊണ്ട് വാതദോഷം കൂടിയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾക്ക് അവരുടെ ആഹാരങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അവർക്ക് സൂപ്പ് പോലുള്ള സാധനങ്ങൾ, ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വാം ഫുഡ്സാണ് അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച്, പിന്നെ നമ്മുടെ കുക്ക്ഡ് ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി നല്ലത്. പിത്തദോഷം കൂടിയിരിക്കുന്ന സ്ട്രെസ് കൂടി ഒരാൾക്കാണെങ്കിൽ കൂടുതൽ ലീഫി വെജിറ്റബിൾസ് പോലുള്ളത്, പിന്നെ നമ്മുടെ മെലൺസ്, കുക്കുംബർ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. ഇപ്പോൾ കഫം കൂടിയിരിക്കുന്ന സ്ട്രെസ് കൂടിയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ളത്, കുറച്ച് നമ്മൾക്ക് അവരെ ഒന്നും എന്താ പറയുക, ഒരു നമ്മുടെ ഈ സ്പൈസി ആയിട്ടുള്ള തിങ്സ്, നമ്മുടെ ജിഞ്ചർ, നമ്മളെ ഗാർലിക് പോലുള്ള കുറച്ച് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫുഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഡെയിലി റുട്ടീനിൽ നമ്മൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മെയിൻലി നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ മസാജസ്, അതായത് അഭ്യംഗം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റാണ്. ലൈക്ക് ധന്വന്തരം ഓയിൽ കൊണ്ട്, ക്ഷീരബലത്തെ തൈലം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാതദോഷത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഓയിൽസാണ്. അപ്പോൾ ഈ ഒരു ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന അഭ്യംഗം പോലുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന വളരെ ഫലപ്രദമാണ്. പിന്നെ നമ്മുടെ നേച്ചറുമായിട്ട് നമ്മളെപ്പോഴും ഒരു ഡിപ്പെൻഡൻസി, അതായത് നമ്മൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങുക, പിന്നെ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുക, മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തതെന്ന് പറയണത്. പിന്നെ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് തന്നെ അധികം സ്പൈസി അല്ലാത്തതായിട്ടുള്ളത്, കൂടുതൽ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടുതൽ കുറച്ച് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഡീറ്റോക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റേർണൽ ക്ലെൻസിങ്, ലൈക്ക് വസ്തി പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഡീറ്റോക്സ് സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 സെക്ഷൻ നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യുന്നത് വളരെയേറെ, അത് നമ്മുടെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുകയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുകയും നമ്മുടെ ഗട്ടെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്, അവിടെ
അടുത്ത നെർവസ് സിസ്റ്റം ലൈക്ക് എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ പ്രത്യേക നെർവസ് ആക്ഷൻ തന്നെ അവിടെയുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുന്നുള്ളത് വളരെ ഫലപ്രദമാണ്. ഈ സമയത്ത് ഡീറ്റോക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് സ്ട്രെസ്സിൽ ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ളതാണ് ബോഡിയും. അതുവഴി നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടും. നമ്മൾ കുറച്ച് ടോക്സിൻസ് ഒക്കെ റിമൂവ് ആകുമ്പോൾ നമ്മൾ വളരെയേറെ കാം ഡൗൺ ആവുന്നതുമാണ്. ദെൻ അടുത്ത മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് യോഗയും പ്രാണായാമമാണ്. യോഗ മെയിൻലി നമ്മുടെ അതിൽ ചൈൽഡ് പോസ് എന്ന് പറയും. ചൈൽഡ് പോസ് എന്നുള്ളത് ആസനം, പിന്നെ ഉത്താനാസനം, ശവാസനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ് നമ്മുടെ സ്ട്രെസ് റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെയിലി പ്രാണായാമം, അത് നാഡീശോധന പ്രാണായാമം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ദെൻ മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷന് വളരെയേറെ ഫലപ്രദമാണ്. അതിൽ മെഡിറ്റേഷനിൽ നമ്മൾക്ക് ഇപ്പം ആദ്യത്തെ ഒരാഴ്ച ഇപ്പോൾ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം ഒന്ന് നമ്മൾ പുരികത്തിനിടയ്ക്ക് നമ്മുടെ ദൃഷ്ടികൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കും. ഇല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള റൂമിൽ ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അതിൽ സ്റ്റെയർ ചെയ്യുക. ഇത് രണ്ടും വളരെയേറെ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആയുർവേദത്തിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് കംപ്ലീറ്റ് നമ്മുടെ ഒരു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പം ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തുള്ള ക്ലെൻസിങ്, അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒന്നാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മളെ ബോഡി ഡീടോക്സ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ടോക്സിൻസ് റിമൂവ് ആവുകയും നമ്മുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുകയും ചെയ്യുന്നു. പിന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് നമ്മുടെ അഭ്യംഗം, അതായത് ഓയിൽ മസാജ് ചെയ്യാം. റിഫ്ലക്സോളജീസ് ഇതിന് വളരെയേറെ ഫലപ്രദം ചെയ്യുന്നു. അതായത് നമ്മുടെ ഫേസ് റിഫ്ലക്സോളജി, ഫുഡ് റിഫ്ലക്സോളജി പോലുള്ള കാര്യങ്ങൾ. ഫുഡ് റിഫ്ലക്സോളജി ഏറ്റവും ബെസ്റ്റ് തിങ് ആണ്. അത് നമ്മുടെ പ്രഷർ പോയിൻറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് മസാജസ് ആണ്. പിന്നെ നമുക്ക് ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്ന ഒന്നാണ് ശിരോധാര പോലുള്ള കാര്യങ്ങൾ. ശിരോധാര നമ്മുടെ വാം ഓയിൽ വച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള തക്കതായിട്ടുള്ള ഓയിൽസ് വെച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ശിരോവസ്തിയും ഇതിൽ വളരെയേറെ പ്രാധാന്യം ചെയ്യും. ഇത് രണ്ടും ആ പേഷ്യൻറ്റിന് നല്ല കാം ഡൗൺ ആക്കും, അവർക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും സഹായിക്കുന്നു, അവരെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ പിഴിച്ചിൽ പോലുള്ള ട്രീറ്റ്മെൻറ്റ് വളരെയേറെ പ്രധാനമാണ്. അത് നമ്മളെ കംപ്ലീറ്റ് എൻ്റെ നെർവസ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ പൊടിയിട്ട് തിരുമുന്നത്, ഉദ്വർത്തനം പോലുള്ള കാര്യങ്ങളും നമ്മുടെ സെൽസിലുള്ള അണ്ടർലൈൻ സ്കിന്നിലുള്ള ഫാറ്റ് കുറയ്ക്കാനും അതുവഴി നമ്മുടെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ലൈക്ക് ധാന്യാമ്ലധാര പോലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ്.